ഞങ്ങളപ്പം സാറ്റർഡേ ആണ്, വർക്കൊക്കെ കഴിഞ്ഞു. നാളെ സൺഡേ ഓഫാണ്. ഞങ്ങളിത് നടക്കാന്ന് വിചാരിച്ചു റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പൊ നമ്മളിവിടുത്തെ സ്ട്രീറ്റ്സിന്റെ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചേ. ഇത് നമ്മളുടെ ക്ലിനിക്സിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയാണ്. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ, പക്ഷേ ഭയങ്കര തിരക്കാണ്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്കുള്ള സ്ട്രീറ്റ്സ്. ഇവിടെ നിറയെ കടകളുണ്ട്. ഇവിടെ പച്ചക്കറിയുടെ കുറേ ഉണ്ട്, ഫ്രഷ് വില കുറഞ്ഞിട്ട് കിട്ടണത്. വില കുറഞ്ഞിട്ടതെന്ന് പറയില്ല, പക്ഷെ കമ്പാരിറ്റീവ്ലി മുംബൈയിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ വില കുറഞ്ഞു. അമ്മീ ഒടുക്കത്തെ തിരക്കാണല്ലോ. എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ, നമുക്ക് വേണ്ട എല്ലാം ഉണ്ട്. ഇവരെല്ലാം ഇവിടെ സ്റ്റക്ക് ആയിട്ടുണ്ട്. മാലിന് ഇവിടെ ടോപ്പ് നോക്കുന്നുണ്ട്, ഒരാളവിടെ ഹൽദിക്ക് ഡ്രസ്സ് നോക്കുന്നുണ്ട്. കൊള്ളാം കൊള്ളാം ഗൈസ്. ഇവിടെ വില പേശം തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി സെലക്ഷൻ ഡ്രസ്സുകളാണ് കേട്ടോ. അധികം വിലയൊന്നുമില്ല, അധികം ഇല്ല വെച്ചാൽ. എന്നിട്ട് സ്ട്രീറ്റ് മൊത്തം നിറഞ്ഞിരിക്കുകയാണ്. സാറ്റർഡേ ഈവനിങ് കിടക്കണം ഗൈസ്. ഇത് കണ്ടോ, അടിപൊളി കമ്പനി. 10 രൂപയുള്ളൂ എല്ലാത്തിനും. ഞാൻ 4 മേടിച്ചു. ഇവരിവിടെ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരാളവിടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ അവിടെ വന്നിട്ട് കുറേ നേരമായി. സ്നേഹി ഇവ കമ്മൽ വാങ്ങിച്ചു കൊടുക്കുക. മാൾസ് 2 ഡ്രസ്സ് മേടിച്ച്. അടുത്ത ആൾക്കാർ കാണാൻ കമ്മലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ഒന്നും മേടിക്കുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വാശി ട്രെയിനിൽ കയറിയിട്ടുണ്ട്. തിരക്ക് കുറവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ട്രെയിനൊക്കെ കയറിയിട്ടുണ്ട്. സീറ്റൊക്കെ കിട്ടിയിരിക്കുകയാണ്. വാശി ട്രെയിനാണ് കിട്ടിയത്, അതുകൊണ്ട് ഞങ്ങൾ സുഖമായിട്ടൊന്നും ഇരിക്കുക. കുറച്ച് പേര് ഡ്രസ്സ് മേടിച്ച്, കുറച്ച് പേര് കമ്മൽ മേടിച്ചു. ഓ എന്താ ഡീസൻറ്റ് ഗൈസ്. ഞങ്ങളിപ്പോൾ വൈകുന്നേരം വാശി സ്റ്റേഷൻ ഇറങ്ങിയിട്ട് തൊട്ടടുത്തുള്ള ഒരു കുറച്ച് വൃത്തിയുള്ള പാനിപ്പൂരി സെൻറ്ററിൽ കയറിയിട്ടുണ്ട്. സ്നേഹയ്ക്ക് ഇവിടെ പരിചയമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ കയറിയിട്ടുണ്ട്. സ്നേഹത പാനിപ്പൂരി മേടിക്കാൻ പോണ്. पानीपुरी, सेवपुरी, दहीपुरी, आलू चाट, पापड़ी चाट, भेलपुरी। और ये सब ये क्या है? रगड़ा पेटी से ये दाबेली। हाँ दाबेली। दाबेली. എന്തൊക്കെ പേര് പറഞ്ഞു ഗൈസ്, എന്താന്ന് പോലില്ല. आपका नाम क्या है? सुफियान खान। ओके ഗൈസ്. അടുത്ത സേവ്പൂരി വന്നിട്ട് ഏതാടി സെയിം സാധനം ഇവിടെ വാങ്ങിച്ചത്. ഇതല്ലല്ലോ സേവ്പൂരി. ഞാനൊരു ജീര സോഡ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു നീമ്പൂ സോഡ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓ ഈവനിങ് ആയിട്ടുള്ള വ്യൂ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ 4 പേര് കൂടി ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. 20 രൂപ എക്സ്ട്രാ ചോദിക്കും, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ലാഭമാണ്. അങ്ങനെ ഞങ്ങളുടെ ഇത് തിരിച്ചെത്തി. ഞങ്ങളുടെ വഴിയിലെത്തിയിട്ടുണ്ട്. ഇനി ഞാനൊരു കാര്യം കാണിക്കാൻ പോവാണ് കേട്ടോ. ആ കാണുന്ന കട കണ്ടോ, അതാണ് ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റ്. ഈ വഴി കൂടെ ഇങ്ങനെ പോയാലാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ഇവിടെ നടക്കാനുള്ള ദൂരമുള്ളൂ. നിങ്ങൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് മേടിക്കാം. ഓൺലൈനിലല്ലെങ്കിൽ ആ കടയിൽ നിന്ന്. ഇവിടെ പച്ചക്കറീൻ്റെ ഫ്രൂട്ട്സ് ഉണ്ട്, നമ്മുടെ സാധാ പലചരക്ക് കട പോലെ.